ഇനി നമ്മൾ നോക്കുന്നത് നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും കൂടി ആക്ട് ചെയ്യുന്നത് മൂന്നാമത്തെ കണ്ടീഷനാണ്. ബൈആക്സിലും യൂണിയാക്സിലും കൂടാതെ യൂണിയാക്സിൽ ബൈആക്സിൽ പറഞ്ഞു രണ്ട് സ്ട്രെസ്സസ് വന്നു, ഇതിന്റെ കൂടെ ഒരു ഷിയർ സ്ട്രെസ്സും കൂടി ആക്ട് ചെയ്യണം. അപ്പോൾ ഒരു ബാർ എടുക്കുകയാണെങ്കിൽ സിഗ്മ എക്സ് ആക്ട് ചെയ്യുന്നു, സിഗ്മ വൈ ഉണ്ട്, അതിന്റെ കൂടെ ഒരു ഷിയർ സ്ട്രെസ് ടോ കൂടി ആക്ട് ചെയ്യാണ്. ടോ അല്ലെങ്കിൽ എന്താ നമ്മൾ പറയാ, ക്യൂ എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് വിചാരിക്കാം. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഡയറക്ഷൻ നിങ്ങൾ ശരിക്കും മനസ്സിൽ വെക്കണം. ഇവിടെ നമ്മൾ ടോപ്പിൽ വലത്തേക്ക് എടുത്തു, അതാണ് നമ്മൾ സൈൻ കൺവെൻഷനിലേക്ക് പോകുന്നത്. അതേപോലെ ഇൻക്ലൈൻ പ്ലെയിൻ എടുക്കുന്ന ആംഗിൾ തീറ്റ ഇവിടെയാണ്. ദിസ് ഈസ് ദ പ്ലെയിൻ എ സി കേട്ടോ. അപ്പൊ ഈ ഒരു തീറ്റന്റെ പൊസിഷനും ഈ ടോന്റെ ഡയറക്ഷനും മനസ്സിൽ ഉറപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ഇക്വേഷനിലേക്ക് വരുമ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് സൈൻ ഉപയോഗിച്ചത് തെറ്റാതിരിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന ഡയറക്ഷനാണ് നമ്മൾ ഇക്വേഷനിലൊക്കെ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ടോ ഈസ് ആക്ടിങ്. അപ്പൊ ഇവിടെ എന്താ കണ്ടീഷൻ? കൺസിഡറിംഗ് എ ബാർ സബ്ജക്ട് ടു ബൈആക്സിയൽ സ്ട്രെസ്സസ് സിഗ്മ എക്സ് ആൻഡ് സിഗ്മ വൈ ആൻഡ് എ ഷിയർ സ്ട്രെസ് ടോ. മൂന്നാമതൊരു സ്ട്രെസ് ടോ കൂടി വന്നു. ഇതെങ്ങനെ ഡീൽ ചെയ്യാം? ഇനി നമുക്ക് അതിന്റെ വെഡ്ജിന്റെ ഇക്വിലിബ്രിയത്തിലേക്ക് പോകാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെനൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. കൺസിഡറിംഗ് എ thickness of t, ഇതിന് thickness t അസ്യൂം ചെയ്യാം. then considering the equilibrium of the wedge ABC, equilibrium of the wedge ABC and resolving the forces അല്ലേ. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ അധികം വരുന്നത് ടോ മാത്രമാണ്. നമുക്ക് ഓരോന്ന് നോക്കാം. സിഗ്മ എൻ നോർമൽ സ്ട്രെസ് ഉണ്ട്, സിഗ്മ ടി is the tangential stress, sigma y and sigma x are the normal stresses and tau is the shear stress. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് എൻ ആയിരിക്കും. ഫോഴ്സ് ഇൻ ദ നോർമൽ ഡയറക്ഷൻ ഇസ് എഫ് എൻ, ഫോഴ്സ് ഇൻ ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ഇസ് എഫ് ടി, along the y axis it is fy and along the x axis it is fx. ഇനി ഈ ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഈ ഷിയർ സ്ട്രെസ് കൊണ്ട് ആ ഡയറക്ഷനിലും ഓരോ ഫോഴ്സസ് ഉണ്ടാവും. ഇവിടെ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് അലോങ് ദ പ്ലെയിൻ അല്ലേ. അപ്പൊ ഇവിടെ ഷിയർ ഫോഴ്സ് എന്തായിരിക്കും? ഈ ഡയറക്ഷനിലെ മൈനസ് എക്സ് ഡയറക്ഷനിലെ ഷിയർ ഫോഴ്സ് എന്തായിരിക്കും? ടോ ഇൻറ്റു ബി സി ഇൻറ്റു ടി ആയിരിക്കും ആ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് അടിവശത്ത് അല്ലേ. അങ്ങോട്ട് ടോ ആക്ട് ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ബി സി ഇൻറ്റു ടി ആണ്. ഇനി എ ബി എന്ന ഡയറക്ഷനിലെ സ്ട്രെസ് കൊണ്ട് ഷിയർ സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന ഷിയർ ഫോഴ്സ് എന്തായിരിക്കും? ടോ ഇൻറ്റു എ ബി ഇൻറ്റു ടി ആയിരിക്കും. അപ്പൊ ഈ ഡയറക്ഷനിൽ ടോ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഷിയർ ഫോഴ്സ് എഫ് ടോ വിൽ ബി ഈ ഡയറക്ഷനിലാണ്. അവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ ദാറ്റ് ഈസ് അവിടുത്തെ സ്ട്രെസ് ടോ ഇൻറ്റു എ ബി ഇൻറ്റു ടി ആയിരിക്കും ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ്. അതേപോലെ ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എന്തായിരിക്കും? ഇവിടെ എഫ് ടോ ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു ബി സി ഇൻറ്റു ടി ആയിരിക്കും. സോ ദീസ് ആർ ദ ടോട്ടൽ ഫോഴ്സസ് ആക്ടിങ്. നേരത്തെ നമ്മൾ പറഞ്ഞ എഫ് എന്നും എഫ് ടിയും എഫ് വൈയും എഫ് എക്സ് ഒക്കെ ഉണ്ട്. അതുകൂടാണ്ട് എഫ് ടി ഈ ഡയറക്ഷനിലും ഈ ഡയറക്ഷനിൽ വേറൊരു എഫ് ടി ഉണ്ടാവും. ഇത്തരം ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റെസൊല്യൂഷൻ ഓഫ് ദ ഫോഴ്സസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം അലോങ് ദ നോർമൽ പ്ലെയിൻ നോക്കാം. റിസോൾവിംഗ് അലോങ് ദ നോർമൽ ഡയറക്ഷൻ. അപ്പൊ ഈ ഡയറക്ഷനിലാണ് റിസോൾവ് ചെയ്യാൻ പോകുന്നത്, എഫ് എന്നുള്ള ഡയറക്ഷനിൽ. അപ്പൊ നമുക്ക് വിടാൻ പറ്റും അവിടെ എഫ് എൻ ഈ ഡയറക്ഷനിലെ ഫോഴ്സിനെ കാരണമാവുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചെയ്യുന്നത്, അതിനെ ഇക്വിലിബ്രിയത്തിലാക്കുന്നത് ഏതൊക്കെയാണ്? സിഗ്മ എക്സിന്റെ ഈ ഡയറക്ഷനിലെ ഫോഴ്സ് ഉണ്ടാവും, സിഗ്മ വൈന്റെ ഈ ഡയറക്ഷനിലെ ഫോഴ്സ് ഉണ്ടാവും, ഈ ടോയുടെ ഈ ഡയറക്ഷനിലെ ഫോഴ്സ് ഉണ്ടാവും, ഈ ടോയിന്റെ ഈ ഡയറക്ഷനിലെ ഫോഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പൊ 4 ഫോഴ്സസ് വന്നു. സോ എഫ് എൻ വിൽ ബി, നമുക്ക് ഓരോന്നോരേ നോക്കാം. ഈ എഫ് എൻ ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഇൻറ്റു കോസ് തീറ്റ, എഫ് എക്സ് ഇൻറ്റു കോസ് തീറ്റ. ദെൻ ഈ എഫ് വൈ ഇൻറ്റു സൈൻ തീറ്റ, എഫ് വൈ ഇൻറ്റു സൈൻ തീറ്റ. ഇനി ഈ ഹൊറിസോണ്ടൽ ടോ കൊണ്ടുണ്ടാവുന്നത് ഇത് എഫ് ടി ഇൻറ്റു കോസ് തീറ്റ ആയിരിക്കും. ഈ എഫ് ടി ആണ്, പല എഫ് ടിയും അങ്ങോട്ട് മാറിപ്പോകരുത്. എഫ് ടി ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഈ എഫ് ടി കൊണ്ട് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്. ഈ എഫ് ടി കൊണ്ട് ഉണ്ടാവുന്ന എന്താ? സൈൻ തീറ്റ ആണ്. പ്ലസ് എഫ് ടി ഇൻറ്റു സൈൻ തീറ്റ. അപ്പൊ ഇനി ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എഫ് എൻ എന്ന് പറയുന്നത് നമുക്കറിയാം സിഗ്മ എൻ ഇൻറ്റു എ സി ഇൻറ്റു ടി ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എക്സ്
Fx is equal to sigma x into AB into T that into cos theta plus Fy. Fy എന്ന് പറയുന്നത് സിഗ്മ y into BC into T into sin theta plus ഇനി ഈ FT cos theta അതായത് ആദ്യത്തേത് that will be tau into BC into T into cos theta plus ഈ രണ്ടാമത്തെ FT അതായത് ഈ FT കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് ദാറ്റ് ഈസ് tau into AB into T into sin theta. ഇത് എടുക്കുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇക്വേഷൻ ഒക്കെ മാറും കേട്ടോ. അപ്പോൾ ഓരോന്നും ആദ്യം വരച്ച് വെച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ കൺസിഡർ ചെയ്യണം. എങ്ങനെയാണ് ആ ഡയറക്ഷനിൽ വരുന്നത് നോക്കിയിട്ട് വേണം എടുക്കാൻ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്, നമുക്ക് FT1 FT2 എന്ന് കൊടുക്കാം, കുഴപ്പമുണ്ടോ? FT1 and FT2, horizontal FT1. അപ്പോൾ ദിസ് ഈസ് FT1 and this is FT2. കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ സിഗ്മ എൻ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ നോക്കുകയാണ്. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു എന്ത് വരും? സിഗ്മ എക്സ് ഇൻറ്റു AB by AC ഇൻറ്റു കോസ് തീറ്റ, ടി ഒക്കെ ക്യാൻസലായി, പ്ലസ് സിഗ്മ വൈ ഇൻറ്റു BC by AC ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ഇത് tau into BC by AC into cos theta plus tau into AB by AC sin theta. ഇങ്ങനെ വന്നു. ഇനി ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്തുമ്പോൾ AB by AC എന്ന് പറയുന്നത് AB by AC, that is cos theta. So we will be getting sigma x into cos square theta plus sigma y into BC by AC sin square theta പ്ലസ് ടോ BC by AC അത് സൈൻ തീറ്റ ആണ്. സോ ടോ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് AB by AC that is cos theta. So another tau into cos theta sin theta. അപ്പോൾ നമ്മൾ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ സിഗ്മ എക്സ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സിഗ്മ വൈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ കോസ് തീറ്റ സൈൻ തീറ്റ. അപ്പോൾ 2 tau സൈൻ തീറ്റ കോസ് തീറ്റ. ദാറ്റ് മീൻസ് tau ഇൻറ്റു സൈൻ 2 തീറ്റ. Okay, so that is sigma n is equal to, we got final equation like this. Normal stress is equal to sigma x into cos square theta plus sigma y into sin square theta plus tau into sin 2 theta. നമ്മൾ ബൈ ആക്സിസ് സ്ട്രെസ് എടുത്ത സമയത്ത് ഈ ടേം അവിടെ ഉണ്ടായിരുന്നു, സിഗ്മ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സിഗ്മ വൈ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഓൾറെഡി ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വന്നത് tau ഇൻറ്റു സൈൻ 2 തീറ്റയാണ്. അപ്പോൾ അഡീഷണൽ വന്ന ടേം എങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു, ഇക്വേഷൻ എന്താണെന്നുള്ളത് ശരിക്കും ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. ഈ 2ഉം തീറ്റയും സൈൻ സ്ക്വയറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാൻ സാധ്യതയുണ്ട്. എക്സാമിന് ചിലപ്പോൾ ടോ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതിപ്പോകും, ഇവിടെയൊക്കെ 2 തീറ്റ എഴുതിപ്പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ശരിക്കും ബൈ ഹാർട്ട് ചെയ്യാം. സിഗ്മ എക്സ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സിഗ്മ വൈ സൈൻ സ്ക്വയർ തീറ്റ ആയിരുന്നു ബൈ ആക്സിസിൻ്റെത്, പ്ലസ് ടോ സൈൻ 2 തീറ്റ കൂടി വന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ നോർമൽ സ്ട്രെസ് for an inclined plane due to stresses, biaxial stresses and shear stress. ഇനി സിഗ്മ ടി എങ്ങനെ കിട്ടും നോക്കാം. റിസോൾവിംഗ് ദ ഫോഴ്സസ് അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ, AC എന്ന പ്ലെയിനിൽ റിസോൾവ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന നോക്കാം. ഈ FT അതായത് സിഗ്മ ടി കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സിന്റെ കൊണ്ട്, ഈ സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് FT താഴോട്ട് ആക്ട് ചെയ്യും. സിഗ്മ വൈയുടെ കോസ് കോമ്പണന്റ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഈ ഹൊറിസോണ്ടൽ ടോ ദാറ്റ് ഈസ് ദിസ്, ഇതിന്റെ കോമ്പണന്റ് കൊണ്ടുണ്ടാവുന്നത് മുകളിലേക്ക് ആക്ട് ചെയ്യും അല്ലെ, ഈ ഡയറക്ഷനിൽ മുകളിലേക്ക് ആക്ട് ചെയ്യും. ഇനിയോ ഈ താഴോട്ട് ആക്ട് ചെയ്യുന്ന ടോ കൊണ്ടുണ്ടാവുന്നത് ദാറ്റ് ഈസ് F-TO2, അതിൻ്റെതും ഇങ്ങോട്ട് ആക്ട് ചെയ്യും, ഇതേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. അപ്പൊ ഇവിടെ ഡയറക്ഷൻ ഇങ്ങോട്ട് താഴോട്ട് വരുന്ന ഏതൊക്കെയാ? FT ആക്ട് ചെയ്യുന്നുണ്ട്, സിഗ്മ വൈ കൊണ്ടുള്ളത് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ F-TO2 കൂടി ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഏതൊക്കെയാ? സിഗ്മ എക്സ് അല്ലെങ്കിൽ FX കൊണ്ടുണ്ടാവുന്ന മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു, ഈ ഒറിസോണ്ടൽ ടോ കൊണ്ടുണ്ടാവുന്ന മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാലോ, അലോങ് ദ പ്ലെയിൻ. അപ്പോൾ എഴുതാ റിസോൾവിംഗ് ദ ഫോഴ്സസ് അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ.
അപ്പൊ ഇവിടെ താഴോട്ട് വരുന്നതൊക്കെ നമുക്ക് ഈക്വൽ ടു മുകളിലേക്ക് വരുന്നത് ഏത്? അപ്പൊ താഴേക്ക് വരുന്ന ഏതൊക്കെയാണ്? എഫ് ടി താഴോട്ട് വരുന്നുണ്ട്. ദെൻ പ്ലസ് എഫ് വൈ ഇൻറ്റു കോസ് തീറ്റ താഴോട്ട് വരുന്നുണ്ട്. ഈ എഫ് ടി ടുവിന്റെ കോസ് തീറ്റ താഴോട്ട് വരുന്നുണ്ട്. പ്ലസ് എഫ് ടോ ടു ഇൻറ്റു കോസ് തീറ്റ താഴോട്ട് വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് എക്സിന്റെ സൈൻ തീറ്റ കോമ്പണന്റ് മുകളിലേക്ക്, കാരണം ഇതാണ് തീറ്റ, പ്ലസ് ഈ എഫ് ടോ വണ്ണിന്റെ സൈൻ തീറ്റ കോമ്പണന്റ് അത് മുകളിലേക്ക് ആക്ട് ചെയ്യണം. ഇനി ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ, എന്നിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് എഫ് ടിയുടെ മാത്രം ഈ സൈഡ് നിർത്തുന്നു. ദാറ്റ് ഇസ് സിഗ്മ ടി ഇൻറ്റു എ സി ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു, ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ. അപ്പൊ ആദ്യം എഴുതാം എഫ് എക്സ് സിഗ്മ എക്സ് ഇൻറ്റു എ ബി ഇൻറ്റു ടി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് എഫ് ടോ വൺ, that is tau into bc into t into sin theta minus fy sigma y into bc into t into cos theta minus f tau 2 into ab into t into cos theta. ഇങ്ങനെ വന്നു. ഇനി ഇതൊന്നുകൂടെ അറേഞ്ച് ചെയ്യുമ്പോൾ സിഗ്മ ടി മാത്രം അവിടെ നിർത്തുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു sigma x into ab by ac into sin theta plus tau into bc by ac into sin theta minus sigma y into bc by ac into cos theta minus tau into ab by ac cos theta. That is equal to AB by AC എന്ന് പറയുന്നത് AB by AC cos theta. So sigma x into cos theta sin theta plus tau into BC by AC that is sin theta sin square theta minus sigma y into BC by AC is സൈൻ തീറ്റ തന്നെ അല്ലെ. അപ്പൊ സൈൻ തീറ്റ സിഗ്മ വൈ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് ടു ഇൻറ്റു എ ബി ബൈ എ സി കോസ് തീറ്റ, സോ കോസ് സ്ക്വയർ തീറ്റ. ഇങ്ങനെ വന്നു. സിഗ്മ എക്സ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് ടോ സൈൻ സ്ക്വയർ. അപ്പൊ ഇതിനെ സിഗ്മ എക്സ് ഇതിനും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പോ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഇൻറ്റു കോസ് തീറ്റ സൈൻ തീറ്റ എന്നൊറ്റ ടേം ആയത്. ഇനി ഇവിടെ ടോ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്, ടോ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. സൈൻ ടു തീറ്റയ്ക്ക് വേറൊരു ടേം നമുക്കറിയാം. സൈൻ ടു തീറ്റ ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇവിടെ ഈ മൈനസ് പുറത്തെടുക്കുകയാണെങ്കിൽ, മൈനസ് ടോ പുറത്തെടുക്കുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ടോ കിട്ടും. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ, വീണ്ടും റീഅറേഞ്ച് ചെയ്താൽ ഇത് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ ടു ഇൻറ്റു സൈൻ ടു തീറ്റ എന്ന് എഴുതാം. മൈനസ് ഇവിടെ നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ് ടു തീറ്റ ആണ് അല്ലെ. സോ മൈനസ് ടോ ഇൻറ്റു കോസ് ടു തീറ്റ. ദാറ്റ്സ് ഓൾ. അപ്പോ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ ടു ഇൻറ്റു സൈൻ ടു തീറ്റ എന്നുള്ളത് ബൈ ആക്സിസ് സ്ട്രെസ്സിൽ നമ്മളെ പഠിച്ചതാണ്. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നത് മൈനസ് ടോസ് കോസ് ടു തീറ്റയാണ്. സോ ടാൻജൻഷ്യൽ സ്ട്രെസ് സിഗ്മ ടി ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ ടു ഇൻറ്റു സൈൻ ടു തീറ്റ മൈനസ് ടോ കോസ് ടു തീറ്റ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് കണക്ട് ചെയ്ത് പഠിക്കാലോ അല്ലേ. അപ്പൊ ഈ എക്സ്പ്ലനേഷൻ, ഈ ഡെറിവേഷൻ ശരിക്കും പഠിക്കുക. ഇത് ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഫോർമുലയും ബൈ ഹാർട്ട് ആയിരിക്കണം. എന്നാൽ മാത്രമേ പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ആ ഒരു ബൈആക്സിൽ സ്ട്രെസ് പ്ലസ് ഷിയർ സ്ട്രെസ് ആണ് പറഞ്ഞത്. അപ്പൊ അവിടെ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു
sigma x cos square theta plus sigma y sin square theta plus tau sin 2 thetaയും sigma t is equal to sigma x minus sigma y by 2 into sin 2 theta plus minus tau cos 2 theta. ഇതായിരുന്നു രണ്ട് ഇക്വേഷൻ അല്ലേ? ഇപ്പൊ ഇവിടെ ഒരു അഡീഷണൽ ഒരു കണ്ടീഷൻ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഷിയർ സ്ട്രെസ് മാത്രമാണെങ്കിൽ എന്തായിരിക്കും ഇൻക്ലൈനിൽ പ്ലെയിനിലെ സ്ട്രെസ്സസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഷിയർ സ്ട്രെസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് സിഗ്മ എക്സും സിഗ്മ വൈയും 0 ആണെന്നല്ലേ അർത്ഥം. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് വേണമെങ്കിൽ നാലാമത്തെ കണ്ടീഷൻ എടുക്കാം, ഷിയർ സ്ട്രെസ് മാത്രം. അടുത്തൊരു കണ്ടീഷൻ ഷിയർ സ്ട്രെസ് മാത്രം, നോർമൽ സ്ട്രെസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായിരിക്കും സിഗ്മ എൻ ഇസ് ഈക്വൽ ടു ഇതൊക്കെ പോയിട്ട് ഇത് മാത്രം വരും അല്ലേ, ടു സൈൻ 2 തീറ്റ ആൻഡ് സിഗ്മ ടി ഇസ് ഈക്വൽ ടു മൈനസ് 2 കോസ് 2 തീറ്റ. ഈ മൈനസ് എന്ന സൈൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് സിഗ്മ ടി ഇങ്ങോട്ടാണ് അല്ലെ, പക്ഷെ ഇവിടെ കിട്ടിയിരിക്കുന്നത് സിഗ്മ ടി മുകളിലേക്കാണ് എന്നാണ് മൈനസ് സൈൻ ഉദ്ദേശിക്കുന്നത്. പ്രൊവൈഡഡ് നമ്മുടെ കണ്ടീഷൻ എങ്ങനെയാണ്, ആക്ടിംഗ് ടോ ഇങ്ങനെയാണ് അല്ലെ. ഈ ടോന്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ടെങ്കിൽ ഇത് വ്യത്യാസം വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ ഒരു ബേസ് കണ്ടീഷൻ പ്രകാരമാണ് നമ്മൾ സിഗ്മ ടി താഴോട്ട് എടുത്തത്. അത് പ്രകാരം സിഗ്മ ടി ഈക്വൽ ടു മൈനസ് ടു കോസ് തീറ്റ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം സിഗ്മ ടി മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. അതായത് ഇങ്ങനെയാണ് ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ നോർമൽ സ്ട്രെസ് മുകളിലേക്ക് ആക്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. എനിവേ സൈൻ കൺവെൻഷൻ മനസ്സിൽ വെക്കാം. സോ നോർമൽ സ്ട്രെസ് ഇല്ലാതെ ഷിയർ സ്ട്രെസ് മാത്രമാണെങ്കിൽ ഇതായിരിക്കും നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻസ് ഫോർ എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ടോപ്പിക്കിലെ എല്ലാ കണ്ടീഷൻസൊക്കെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കണ്ടീഷൻസ് ആണ്. ഒന്ന് യൂണി ആക്സിൽ ആണെങ്കിൽ നോർമൽ സ്ട്രെസ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് കോസ് സ്ക്വയർ തീറ്റ ആൻഡ് സിഗ്മ ടി ഇസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ 2 ഇൻറ്റു സൈൻ 2 തീറ്റ. ബൈ ആക്സിൽ ആണെങ്കിൽ സിഗ്മ എൻ, ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്ന ടേംസ് ഒന്ന് പഠിച്ചാൽ നമുക്ക് എളുപ്പമാണ്. അഡീഷണൽ ആയിട്ട് വരുന്നത് സിഗ്മ എക്സ് കോസ് സ്ക്വയർ തീറ്റ ഓൾറെഡി ഉണ്ടായിരുന്നു, പ്ലസ് സിഗ്മ വൈ സൈൻ സ്ക്വയർ തീറ്റ വന്നു. ദെൻ സിഗ്മ ടി പറയുമ്പോൾ ഇത് ഒരു മൈനസ് വന്നിട്ട് സിഗ്മ എക്സ് മൈനസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ 2 തീറ്റ. ഈ ഇതിലൊന്നും വ്യത്യാസമില്ല ഉണ്ടല്ലേ, ഇതൊക്കെ സെയിം ആണ്. ദെൻ സിമ്പിൾ ഷിയർ മാത്രമാണെങ്കിൽ അവിടെ ടോ സൈൻ 2 തീറ്റ മാത്രം വന്നു, സിഗ്മ എൻ സിഗ്മ ടി ഈസ് ഈക്വൽ ടു മൈനസ് ടോ കോസ് 2 തീറ്റ. ഷിയർ മാത്രമേ ഉള്ളൂ. എല്ലാ ഫോഴ്സും കൂടി വരികയാണെങ്കിൽ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സിഗ്മ വൈ സൈൻ സ്ക്വയർ തീറ്റ അത് വന്നു, പ്ലസ് ഈ ഒരു സാധനം ടോ സൈൻ 2 തീറ്റ. ഇനി സിഗ്മ ടി എന്ന് പറഞ്ഞാൽ ഇതേ സാധനം പ്ലസ് ഈ സാധനം വന്നു. സോ സിഗ്മ എക്സ് മൈനസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ 2 തീറ്റ മൈനസ് ടോ കോസ് 2 തീറ്റ. ഓക്കെ, സോ ഇത് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആയിരിക്കണം, ഇതിന്റെ ഡെറിവേഷനും തറവായിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിലെ പ്രോബ്ലംസ് ചെയ്യാം.